ഞാൻ എക്സാം ഹാളിലോട്ട് പോകുമ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പും നമ്മുടെ എണ്ണയും എല്ലാം കൂടെ തേച്ച് ഉപയോഗിച്ചാണ് പോയത്. അവിടെയൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പാസ്പോർട്ടിൻ്റെ ഉള്ളിനകത്ത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിന് എക്സാം ഹാളിൽ സെൻറ്ററിൽ ചെന്ന് ഞാൻ ആരും കാണാതെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം ഹാളിൽ കമ്പ്യൂട്ടറിൽ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ പോലും ഞാൻ ഉപ്പ് എൻ്റെ കയ്യിലിരുത്തി ഞാൻ അവിടെ എല്ലാം വിതറി പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് ഇനി തന്ന ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമുള്ളതായിരിക്കണമേ. ഈ കഴിഞ്ഞ എക്സാം എല്ലാം എനിക്ക് പാടായിരുന്നു. എനിക്ക് സമയം കിട്ടാതെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. കരഞ്ഞിട്ട് ഒരുപാട് വട്ടം ഞാൻ എക്സാം ഹാളിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ വട്ടം നീ എന്നെ കൈവിടല്ലേ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പോയി. എക്സാം ഹാളിൽ ചെന്നു. എന്തോന്ന് എനിക്കറിയില്ല, അത്ഭുതമാണോ എന്നും എനിക്കറിയത്തില്ല. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് എനിക്ക് എക്സാമിൻ്റെ ആൻസർ എഴുതാൻ പറ്റി. അങ്ങനെ ഞാൻ